ഹായ് എവരി വൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. സർക്കാർ സ്ഥാപനത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അറ്റൻഡർ പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈൻ വഴി സൗജന്യമായി ഇപ്പോൾ അപേക്ഷിക്കാം. കേരള സർക്കാർ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം മാക്സിമം പ്രയോജനപ്പെടുത്താം. ഉദ്യോഗാർത്ഥികൾക്ക് 2024 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി 12 മണിവരെ അപേക്ഷിക്കാനുള്ള സമയപരിധി ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഏജ് ലിമിറ്റ് ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ പ്രായപരിധി 18-നും 36-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷ നൽകാം. പിന്നോക്ക വിഭാഗക്കാർക്ക് സർക്കാർ അനുവദിച്ചിരിക്കുന്ന ഇളവുകൾ ലഭിക്കുന്നതാണ്. അപേക്ഷകർ 1988 ജനുവരി 2-നും 2006 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവർ ആയിരിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് നോക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യത 9ാം ക്ലാസ് പാസ്സായിരിക്കണം. 9ാം ക്ലാസ് പാസ്സായ ആർക്കും ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് സൈക്കിൾ ഓടിക്കാൻ അറിഞ്ഞിരിക്കണം. വനിതകളെയും ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളെയും സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം എന്ന നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഈ പോസ്റ്റിലേക്ക് സെലക്ഷൻ ചെയ്യുന്നത് സെലക്ഷൻ പ്രൊസീജിയറാണ്. OMR പരീക്ഷ, ഷോർട്ട് ലിസ്റ്റിംഗ്, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, വ്യക്തിഗത ഇൻ്റർവ്യൂ എന്നിവയിലൂടെയാണ് നിങ്ങളെ സെലക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഹൗ ടു അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. താൽപ്പര്യമുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അവസാന തീയതി വരെ കാത്തു നിൽക്കാതെ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കുക. ലാസ്റ്റ് ഡേറ്റിലേക്ക് നിങ്ങൾ നോക്കാതെ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 2024 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി 12 മണിവരെയാണ് അപേക്ഷിക്കാനുള്ള സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. പൂർണ്ണമായ യോഗ്യതയുള്ളവർ മാത്രം അപേക്ഷിക്കുക. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. PSC വഴി ആദ്യമായി അപേക്ഷിക്കുന്നവർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. നിങ്ങളുടെ ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ എന്നിങ്ങനെ നോക്കി നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക് യു.